കഴിഞ്ഞ കുറേ നാളുകളായി സിനിമയിൽ നിന്നും ഈ അസുഖമൊക്കെ വന്ന പിന്നെ ശേഷം വളരെ കുറേ നാളുകളായി അദ്ദേഹം സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. പക്ഷേ അപ്പോഴും ഈ ഇടയ്ക്കൊക്കെ സിനിമകളിലേക്ക് തിരികെ വരാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അത് അദ്ദേഹത്തെ അനുവദിച്ചിരുന്നില്ല. പക്ഷേ പറ്റുമ്പോഴൊക്കെ ഈ സിനിമാക്കാരുമായി ബന്ധപ്പെടാൻ അല്ലെങ്കിൽ സിനിമകൾ കാണാൻ ഈ ആളുകളെ കാണാനൊക്കെ അദ്ദേഹം ശ്രമിച്ചിരുന്നു. ആരോഗ്യാവസ്ഥ ഈ വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്ന സമയത്തുമൊക്കെ അദ്ദേഹത്തെ കാണാൻ നിരവധി ആളുകൾ, സാധാരണക്കാരായ ആളുകൾ, ഈ അടുത്തുള്ള പ്രദേശങ്ങളിലെ ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുമായിരുന്നു. അവരെയൊക്കെ കാണാൻ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. അദ്ദേഹം എല്ലാ സമയം കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞൊരു 3 മാസമായാണ് അദ്ദേഹം അധികം പുറത്തേക്ക് ഇറങ്ങാതെ അല്ലെങ്കിൽ ആളുകളുമായൊരു സമ്പർക്കമില്ലാതെയൊക്കെ പോയത്. അപ്പോൾ അങ്ങനെ വലിയ ഒരു അതുല്യ മനുഷ്യൻ, ഒരു വലിയ മനുഷ്യൻ, ഒരുപാട് ആളുകളെ സ്നേഹിച്ച, ആളുകൾക്ക് ഒരുപാട് സ്നേഹിക്കപ്പെട്ടിരുന്ന, ഒരുപാട് വിശ്വസിച്ചിരുന്ന, തങ്ങളിൽ ഒരുവനാണെന്ന് ചിന്തിച്ചിരുന്ന ഒരു വലിയ മനുഷ്യൻ. തങ്ങളെ തന്നെ സ്ക്രീനിൽ എഴുതി വെച്ചതുകൊണ്ടാവാം ആളുകൾ അങ്ങനെ ചിന്തിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ മനുഷ്യനാണ് യാത്രയാവുന്നത്. അതിൻ്റെ ഒരു വേദന, ആ വേദന ഇവിടെ നിൽക്കുന്ന ആളുകളുടെ മുഖത്തും കണ്ണിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൂടി കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആളുകൾ, നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് വീണ്ടും ഇങ്ങനെ ഒഴുകിയെത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പത്രമാധ്യമങ്ങളോട് തന്നെ 10 മണിക്കാണ് ഈ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമാവുക എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും 11 മണിക്കും 11:15 ഒക്കെ വീണ്ടും ഇങ്ങനെ ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവർക്കുള്ള അനിയന്ത്രിതമായ സ്നേഹം അവർ ശ്രീനിവാസനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു കൊണ്ട് തന്നെയാകാം. ഏതായാലും ഈ കർമ്മങ്ങൾ ഏറ്റവും അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അതിനുശേഷം ഈ കർമ്മങ്ങളൊക്കെ ഇപ്പോൾ അവസാനിക്കും. അതിനുശേഷം ഗാർഡ് ഓഫ് ഓണർ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അല്പസമയത്തിനുള്ളിൽ പോകും. അജിംസ. നടൻ ശ്രീനിവാസിൻ്റെ അന്ത്യകർമ്മങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മതപരമായ ചടങ്ങുകളാണ് നടക്കുന്നത്. ഔദ്യോഗിക ബഹുമതികളോടെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുക. വലിയ ജനക്കൂട്ടം ഈ സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷിയാകാൻ കണ്ടനാട്ടുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയം മുമ്പ് വരെ അദ്ദേഹത്തിൻ്റെ പൊതുദർശന ചടങ്ങ് നടക്കുകയായിരുന്നു. ലിഡിയ ജേക്കബ് കൂടി ചേരുന്നു. ലിഡിയ, ഔദ്യോഗിക ചടങ്ങുകൾ എപ്പോഴാണ് തുടങ്ങുക? ജിംസ്, മതപരമായിട്ടുള്ള ചടങ്ങുകൾ ഏറ്റവും അവസാന ഘട്ടത്തിൽ ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്തേക്ക് ഉടനെ തന്നെ മൃതദേഹം കൊണ്ടുവരും. അതിനുശേഷം ഇവിടെ വെച്ചായിരിക്കും ഔദ്യോഗികമായിട്ടുള്ള ബഹുമതികളും കാര്യങ്ങളുമൊക്കെ ശ്രീനിവാസന് നൽകുക. എന്തായാലും ഏറ്റവും അടുത്ത ബന്ധുക്കൾ മതപരമായിട്ടുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കി ഈ സ്ഥലത്തേക്ക്, അതായത് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്തേക്ക് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മരുമക്കളും ഒപ്പം കൊച്ചുമക്കളും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ മതപരമായിട്ടുള്ള ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിക്കും. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികൾ, പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് അദ്ദേഹത്തിന് വിട നൽകുക. അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ അത് ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 11:15 10 മണിക്ക് തുടങ്ങേണ്ട ചടങ്ങുകളാണ്. ഏകദേശം ഒരു 10:15 ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ 11:15 ഏകദേശം 1 മണിക്കൂറോളം വൈകിയിരിക്കുന്നു. അത് ഈ പറഞ്ഞതുപോലെ തന്നെ ആളുകൾ അദ്ദേഹത്തെ കാണാനായി കാത്തു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ആളുകളുടെ ഒരു തിരക്കും നിയന്ത്രണാതീതമായിട്ടുള്ള തിരക്ക് മൂലമാണ് ഇത്തരത്തിൽ സമയം വൈകിയത്. എന്തായാലും ഉടൻ തന്നെ ഇനിയും ഒട്ടും വൈകിക്കാതെ ചടങ്ങുകൾ എത്രയും വേഗം പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നത്. ബന്ധുമിത്രാദികളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു അഭ്യർത്ഥനയും കാര്യങ്ങളുമൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് ചടങ്ങുകൾ പൂർത്തിയാക്കും എന്നുള്ളത് തന്നെയാണ്. ഇനി അധികം സമയം വൈകിപ്പിക്കില്ല. ഇത്രയും പെട്ടെന്ന് ഔദ്യോഗിക ചടങ്ങുകൾ നടക്കും എന്നുള്ളതാണ്. ഏറ്റവും അടുത്ത ബന്ധുക്കളൊക്കെ പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മരുമക്കളെയാണ് അല്പം സ്ക്രീനിൽ കണ്ടത്. അതിനുശേഷം മക്കൾ അദ്ദേഹത്തിനൊപ്പമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അല്പസമയത്തിനുള്ളിൽ അവർ കൂടി ഇങ്ങോട്ടേക്ക് വരും. അതിനുശേഷം പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്തേക്ക് എത്തും. അതിനുശേഷമാകും ഔദ്യോഗിക ബഹുമതികളടക്കം നൽകി അദ്ദേഹത്തിന് നമ്മൾ വിട നൽകുക എന്നുള്ളതാണ്. ഇന്ന് രാവിലെ മുതൽ നിരവധി ആളുകൾ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. ശരിക്കും തിരക്ക് നിയന്ത്രണാതീതം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഒരു 8 മണിക്ക് ശേഷമുള്ള തിരക്ക് എന്ന് പറയുന്നത് വലിയ തിരക്ക് തന്നെയായിരുന്നു. ആ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസും മറ്റ് വോളണ്ടിയേഴ്സും ഒക്കെ വലിയ ബുദ്ധിമുട്ടുന്നത് കണ്ടു. സിനിമാ പ്രവർത്തകരടക്കം വലിയ ബുദ്ധിമുട്ടുന്നത് കണ്ടു. സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളാണ് അദ്ദേഹത്തിൻ്റെ ചടങ്ങുകൾക്കടക്കം നേതൃത്വം നൽകുന്നത്. മകനായിട്ടുള്ള വിനയ ശ്രീനിവാസനാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നത്. ഒപ്പം
രണ്ടാമത്തെ മകനായിട്ടുള്ള ഇളയ മകനായിട്ടുള്ള ധ്യാൻ ശ്രീനിവാസൻ കൂടി ഒപ്പമുണ്ട്. അത്തരത്തിൽ മതപരമായിട്ടുള്ള ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടന്നു വരുന്നൊക്കെയാണ്. അത് ഏറ്റവും അവസാന ഘട്ടത്തിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ മറ്റുള്ള ഔദ്യോഗിക ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ആരംഭിക്കും. അത്തരത്തിലാണ് നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ആളുകൾ കാത്തിരിക്കുന്നത്. ഏറ്റവും അവസാനം ശ്രീനിവാസനെ ഏറ്റവും അവസാനം മുതൽക്ക് കാണാനായി സമീപത്തുള്ള മതിലിൻ്റെ മുകളിൽ വരെ ആളുകൾ കയറി നിന്ന് അക്ഷതരായി ഈ വെയിലത്ത് കാത്തു നിൽക്കുന്ന കാഴ്ച. വലിയ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും അതൊക്കെ തൃണവൽക്കരിച്ച് എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്ന